വരലക്ഷ്മിയാ അഞ്ജലി അഞ്ജലിയല്ലേ? ഓ രണ്ട് ലുക്കുണ്ടാ. വെൽക്കം ബാക്ക് ടു ചാൻസ് ടോക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിശാലിന്റെ മകുടം എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ടീസറാണ്. അപ്പൊ ഇതിനകത്തുള്ള ആക്ടേഴ്സിനെ പറയൂ. അഞ്ജലി ഉണ്ട്, ദശര വിജയൻ ഉണ്ട്, പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ വിശാൽ തന്നെയാണ്. ഇതിന് മുന്നേ വിശാൽ ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ആളെ ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്നുള്ളത്. നമ്മളെ ആളുടെ ലാസ്റ്റ് പടം കണ്ടേക്കണം മാർക്ക് ആന്റണിയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ പടം ചെയ്തോന്നറിയില്ല, പക്ഷെ നമ്മള് അതാണ് ലാസ്റ്റ് കണ്ടേക്കുന്നത്. ആ മൂവിനെ എനഫാണ് ശരിക്കും. എന്താ പറയാ, അതൊരു 3-4 വർഷത്തേക്കുള്ള സംഭവം ഉണ്ട് ആ ഒരു പടത്തില്. അത്ര ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിന് മുന്നേ ഉള്ള പടങ്ങളൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ചൈൽഡ്ഹുഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പടങ്ങളൊക്കെ. ആ ടൈമിൽ തന്നെ ആള് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇഷ്ടപ്പെടുത്താറുള്ള ഒരു ആക്ടർ ആയിരുന്നു. പക്ഷെ അതിനുശേഷം കുറെ നാൾ ആള് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയേക്കണ ഈ ഒരു വയലൻസ് ടൈപ്പ് ഇപ്പോഴത്തെ പടങ്ങൾ ഇറങ്ങിയില്ലേ, അതിന് മുന്നേ ഒരു തട്ടുപൊളിപ്പൻ പടമല്ലേ, ഭയങ്കര അടിച്ചുപൊളി അടിയൊക്കെ ഉണ്ടാവില്ലേ, മാസ് കമേഴ്ഷ്യൽ അടി. ആ അടി അടിക്കുന്ന ആളായിരുന്നു വിശാൽ ആ സമയത്ത്. വിശാലിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണല്ലോ. അങ്ങനത്തെ പ്രത്യേകിച്ച് പോലീസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രസമാണ്. അപ്പൊ ഒരു സമയത്ത് പിന്നെ ആള് മിസ്സിംഗ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഗെയിം എന്താ പറയുക, ജോണറൊക്കെ കുറച്ചൊന്ന് മാറി കഴിഞ്ഞു വന്നപ്പോഴും. അതുകൊണ്ടല്ലോ മാർക്ക് ആന്റണിയിലൊക്കെ വന്നപ്പോ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഗെയിൻ എന്താ പറയാ, ഇനി മൂവീസ് ഒക്കെ ഇനിയും വരാനിരിക്കണോന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. എനിക്കാണ് എല്ലാ ഇൻഡസ്ട്രിയിൽ പല പല വെറൈറ്റി. അതായത് ഒരു വൺസ് അപ്പോൺ ആയിട്ട് നമുക്ക് അറിയാലോ, ഒരു കുറച്ച് നാളായിട്ട് ഏകദേശം ഒരേ ജോണറിലുള്ള പടങ്ങളാണ് ഈവൻ എല്ലാ ഇൻഡസ്ട്രിയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ചൊന്ന് മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയും എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ജോണറൊക്കെ കുറച്ചൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. എല്ലാം പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പൊ ഹൊറർ കോമഡി ആയാലും ഹൊറർ ഡാർക്ക്, മലയാളത്തിൽ ഇപ്പൊ അടുപ്പിച്ച് കുറച്ച് ഹൊറർ കോമഡി ഉണ്ടായിരുന്നു, പിന്നെ തന്നെ കുറച്ച് ഭയങ്കര വയലൻസ് മൂവീസും ഉണ്ടായിരുന്നു. ഇപ്പൊ ഫീൽ ഗുഡ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ ജോണറും മാറ്റി മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മളെ ജയപ്രകാശും കൂടിയാണ്. മാർക്ക് ആന്റണി സെയിം വൈബ്. അപ്പൊ എന്തായാലും നമുക്ക് ഏകദേശം അതുപോലെയൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. തമ്മിലൊക്കെ അതുപോലെ ഉണ്ട് ഇല്ലേ, കണ്ടാ ലുക്കൊക്കെ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ. മകുടം കിരീടാണോ അല്ലേ? മകുടം എന്ന് വെച്ചാൽ കിരീടല്ലേ. അതിനകത്തുനിന്നാ വരലക്ഷ്മിയാ അഞ്ജലിയല്ലേ? പക്ഷെ വരലക്ഷ്മിനെ പോലെ ഉണ്ടായിരുന്നു. ടീസറല്ലേ? അത് നല്ല സോങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല തെറിക്ക വിടുവാങ്ങ. ഓ രണ്ട് ലുക്കുണ്ടാ. അതിന്റെ ഒരു വേറെ വൈബല്ലേ, കുറച്ച് പഴയ ലുക്ക് ഉണ്ടാ. നല്ല സ്കോർ. അതേ സ്റ്റൈൽ ഡയലോഗ് ഡെലിവറി. ജൂലൈ 20 ഒന്നും നമ്മളുടെ മാർക്ക് ആന്റണിയുടെ ഒക്കെ ഒരു അങ്ങനെയാണെങ്കിലും പറയാം. പക്ഷെ നല്ലൊരു വെറൈറ്റി. അതായത് അതേപോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും അതേ ഒരു സിനാരിയോസ് നമുക്ക് തരുന്നില്ല. അതായത് ആ ഒരു വൈബ് അടിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് കാണുമ്പോഴൊരു എന്താ പറയാ, ഒരു സ്റ്റൈലിഷ്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് സാധനം ഭയങ്കര ഒരു സംഭവം ഭയങ്കര കലിപ്പായിരുന്നെങ്കിൽ ഒരു കോമഡി ഫീൽ അടിച്ചു. പ്രത്യേകിച്ച് ആ ഒരു അവിടെ നിന്ന് തന്നെ എടുത്ത് സിഗരറ്റ് കത്തിക്കുന്ന സാധനം അവിടെയാണ് മാർക്ക് ആന്റണി നമുക്ക് ഒരു വൈബ് വന്നത് ഫസ്റ്റ് തന്നെ. പക്ഷെ അതിന് ശേഷമാണെങ്കിലും പിന്നെ ആ ഒരു സീനിലൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ വരലക്ഷ്മി ശരത് കുമാറാണ്. കാരണം വരലക്ഷ്മി ശരത് കുമാർ അതുപോലത്തെ ഏതൊരു എനിക്ക് അഭിനയിച്ചിട്ടുണ്ട് തോന്നണം. പക്ഷെ അഞ്ജലിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ആ ഒരു ആംഗിളിൽ നിന്ന് കാണാൻ പെട്ടെന്ന് പുള്ളിക്കാരത്തിനൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്താ പറയാ, കുറെ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ലുക്ക് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല കോമഡി ഒക്കെ ചെയ്യുന്ന മനസ്സിലായി. പക്ഷെ ആളത് തന്നെയാണോന്ന് അറിയില്ല. ഈ പടങ്ങളിലൊക്കെ കുറച്ച് പഴയകാല പടങ്ങളിലൊക്കെ കോമഡിയും ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സീരിയസോ നമ്മളുടെ ഈ നാസറിനൊക്കെ പോലെ മനസ്സിലായിരുന്നു. ആളെ പഴയ തെറ്റിട്ടുള്ളതാണ്. അതായത് ആ ഒരു മറ്റേ പഴുതാര മീശയൊക്കെ ഫീമെയിൽ ക്യാരക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട് ചില സിനിമയിലൊക്കെ. ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ഫീമെയിൽ ടൈപ്പ് ഒക്കെ വന്നിട്ട് ഈ
മോഹിനി, നമ്മളെ മായമോഹിനിയൊക്കെ പോലെ അഭിനയിക്കാൻ പറ്റുന്ന ആള് മീശയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലുക്കും വരും. അങ്ങനെ ഒരു ലുക്ക് വരും. എനിക്കറിയാം, ഞാൻ മനസ്സിലായ ആള്, എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആളങ്ങനെ ഓവർ കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു രണ്ട് ലുക്കിലാണ് തോന്നുന്നല്ലേ വരുന്നത്. രണ്ട് ലുക്കാണ്. പ്രായ ലുക്കും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തൊട്ട്. പ്രായ ലുക്കും പക്ഷെ ഒരെണ്ണം ഭയങ്കര ഒരു യങ് ലുക്കും. പക്ഷെ യങ് ലുക്കിൽ ഭയങ്കര ഭംഗി കാണാൻ വേണ്ടി. ആ പ്രായ ലുക്കിന്റെ വേറൊരു യങ് ലുക്കും കൂടി ഉള്ള പോലെ ഉണ്ട്. 3 ഗെറ്റപ്പ് ഉണ്ടോ ഡൗട്ട് ഉണ്ട്. ആ മറ്റേ മീശയൊക്കെ വെച്ചിട്ട് ബൈക്കിൽ ഓടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഡിഫറെന്റ് ആണ് മറ്റേ ലുക്കായിട്ട്. ഇപ്പോഴത്തെ ലുക്കും ഉണ്ട്, വിശാലിന്റെ നൗ കറന്റ് ലുക്കും ഉണ്ട്. അതുകൂടാണ്ട് മാർക്ക് ആന്റണിയിലെ ഒരു ചെറുപ്പ ലുക്കില്ലേ, അതും പ്രായമുള്ള ലുക്കും, 3 ലുക്കായിട്ടും വരുന്നുണ്ട്. അങ്ങനെ എന്തോ കാണിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ എന്തായാലും അടിപൊളിയാണ്. കാരണം ആള് തന്നെയാണ് അതായത് ഡയറക്ഷനും ചെയ്യുന്നത്, എഴുതിയതും ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, അതിന് ഇടയ്ക്ക് വേറെ പടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ഇതിന്റെയൊക്കെ വർക്കിൽ ആളങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടുപോയതായിരിക്കാം. അപ്പൊ എന്തായാലും വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണോ ഇനി ഡയറക്റ്റ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ കേട്ടിട്ടുണ്ട് ഞാൻ ആൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ആ സമയത്ത് ഇന്റർവ്യൂസിലൊക്കെ. ഫസ്റ്റ് മൂവി ആണോ അല്ലെങ്കിൽ ഓൾറെഡി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫസ്റ്റ് മൂവി ആണെങ്കിൽ ഒബ്വിയസ്ലി കുറച്ച് ടൈം എടുത്തിട്ടല്ലേ ചെയ്യാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് സംഭവം ചെയ്യുന്ന സമയത്ത് എന്തായാലും അടിപൊളിയാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.